ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഞങ്ങൾ 8 മക്കളുണ്ടായിരുന്നു, 5 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. ഭവനത്തിൽ ഏറ്റവും മൂത്തത് ഞാനാണ്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ 8ാമത്തവൻ ഇപ്പോൾ +2 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരി കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ 1980 ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുവാനായിട്ട്, കോൺവെന്റിൽ വെച്ച് മരിക്കുവാനായിട്ട് ഇടയായി. ഞാൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു. കത്തോലിക്ക സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാകാര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, 96 ഫെബ്രുവരി 22 മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ, അല്ല കർത്താവ് വന്നിരുന്നുവെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും നരകത്തിൽ പോകുമായിരുന്നു. എൻ്റെ കർത്താവിനെ അനുസരിച്ച് എൻ്റെ ആത്മാവും രക്ഷപ്പെടുക, ഞാൻ മുഖാന്തരം മറ്റനേകായിരങ്ങൾ രക്ഷപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് 96 ഫെബ്രുവരി 28 ലോകപ്രകാരമുള്ള സ്ഥാനവും മാനവുമെല്ലാം ഒഴിച്ചു വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. അവസാനമായി ഞാൻ കൊല്ലം രൂപതയിൽ വിവിധ ഇടവകളിൽ ഇരുന്നിട്ടുള്ളതാണ്. അവസാനമായിട്ട് കൊല്ലം നീണ്ടകര ഇടവകയിലായിരുന്നു. നമുക്കറിയാമല്ലോ, കടൽ തീരത്തെ മണൽത്തരി പോലെ ഉള്ള ഒരു കൂട്ടം ജനങ്ങൾ, 10,000, 7,000 അംഗമുള്ള ഇടവകയിൽ മരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ കർത്താവിനെ അനുസരിച്ച് എനിക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടത് കൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെടുവാനിടയായി. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പ്രകാരം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നുവെന്ന്. ഈവൻ ഞാൻ വൈദികനായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയട്ടെ, ലോകപ്രകാരം എന്തെല്ലാം തലത്തിലൂടെ ആളുകൾ കടന്നു പോകുന്നുവോ ആ തലത്തിലൂടെ എല്ലാം കടന്നു പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്ന ഒരു തലമായിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനോടെല്ലാത്തിനോടും നോ പറഞ്ഞുകൊണ്ട് 96 ഫെബ്രുവരി 28 കോഴഞ്ചേരി ആറ്റിൽ പാസ്റ്റേഴ്സ് PAV സാമിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനിടയായി. അന്നും നീണ്ടകര പള്ളിയിൽ 2 കുർബാനയും പാലത്തിനക്കരത്തുള്ള ശക്തികുളങ്ങര പള്ളിയിൽ 2 കുർബാനയും ചെയ്തിട്ടാണ് അവിടുന്ന് പോകുവാനിടയായത്. നമ്മൾ അവസാനം വരെ, കർത്താവ് നമ്മൾ അവസാനം വരെ നല്ല രീതി അവസാനം വരെ നമ്മൾ തീർത്ത് പ്രവർത്തിക്കണം തീർച്ചയായിട്ടും. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം എനിക്കും ലോകത്തുള്ള എല്ലാവർക്കുമായിട്ട് യേശു 2000 വർഷം മുമ്പ് കാൽവരിയിൽ ബലി അർപ്പിച്ചതുകൊണ്ട്, എന്റെ പാപത്തിന് പരിഹാരമായി യേശു കാൽവരിയിൽ ബലി അർപ്പിച്ചതുകൊണ്ട്, ഞാൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനെയും ദൈവത്തെയും പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് ബോധ്യമായപ്പോൾ, ദൈവവചന പ്രകാരം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ അവിടുന്ന് ഇവിടെ പറയാനായിട്ട് ഇടയായത്. അവിടെ കുർബാനപ്പണം മേടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യേശു നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ ബലി അർപ്പിച്ചു. ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, യേശു ക്രിസ്തുവിന്റെ ഏക ശരീരയാഗത്താൽ മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ കൈവന്നിരിക്കുന്നുവെന്നും, മാത്രമല്ല പാപപരിഹാരത്തിനായി ഇനി ഒരു ബലിയും അവശേഷിച്ചില്ല എന്നും ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോഴേ, ഈ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ട്, ദൈവത്തെ കളിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമില്ലാതെ ജനലക്ഷങ്ങൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയട്ടെ, ഞാൻ 10,000ങ്ങളോട് പള്ളിയിലായിരുന്നപ്പോൾ 10,000ങ്ങളോട് പ്രസംഗിക്കാനിടയായിട്ടുണ്ട്. പക്ഷേ ഒരുത്തനോട് പോലും ഒരിക്കൽ പോലും ഞാൻ സുവിശേഷം അറിയിച്ചു എന്ന് എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, ഞാൻ 96 ഫെബ്രുവരി 28 അവിടെ ഇറങ്ങിയതിനു ശേഷം ദൈവകൃപയാൽ ഞങ്ങൾ ടീമായിട്ട് 10,000കണക്കിന് ആളുകളോട് പല സ്ഥലങ്ങളിൽ പോയിട്ട് സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരായിക്കോട്ടെ, കന്യാസ്ത്രീമാരായിക്കോട്ടെ, നമ്മൾ രക്ഷയിലേക്ക് വരുന്നുവെന്നതിന് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിക്കുന്ന വിശ്വാസികളായിരിക്കട്ടെ, നമ്മളെ വിളിച്ചു വേർതിരിക്കുന്ന ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അതെ, പകലുള്ളോടത്തോളം അയച്ചവന്റെ വേല ചെയ്തുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. തീർച്ചയായിട്ടും സമയത്തും അസമയത്തും യേശുവിന് വേണ്ടി ഉത്തമ സാക്ഷികളായി നാം നിലകൊള്ളണം. ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതായത് എന്നെ പോലീസ് പിടിച്ചിട്ടില്ല, എന്നെ ആരും അടിക്കാൻ, സുവിശേഷത്തിൽ എന്നെ ആരും അടിക്കാൻ. പക്ഷേ ഞാൻ ഇതിന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഞാൻ ട്രാക്ടർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ വേറെ അടുത്ത് വൈക്കത്തോടടുത്ത് ട്രാക്ടർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വേലിയെല്ലാം തള്ളിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ട്രാക്ടറെല്ലാം മേടിച്ചു കൊണ്ടുപോയി, പുസ്തകമെല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് പറയുന്നത് അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷപ്രാപിക്കുന്ന പറഞ്ഞാൽ, അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷ. ഏതെല്ലാം അകത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം ഒരുപടി പ്രതികൂലങ്ങളെല്ലാം എനിക്കുണ്ടായി. പക്ഷേ അവിടെയെല്ലാം എനിക്ക് വേണ്ടി കഷ്ടമറ്റ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മുന്നേറാൻ ഇടയായതുകൊണ്ടാണ് ഈ പാൽക്കാലം പ്രിയപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാനായിട്ട് ആയിരിക്കുന്നത്. നമുക്കറിയാം,
ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വേണ്ടത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അനേകർ നീതിയിലേക്ക് ആനയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നും നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വേണ്ടത്തിൽ വായിക്കുന്ന പോലെ. അതെ, നമ്മൾ ഈ ദിവസങ്ങൾ നമ്മെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉത്തരവാദിത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജനലക്ഷങ്ങളെ ജനകോടികളെ കർത്താവിനായി നേടുവാൻ ഈ ഇരിക്കുന്നവരെ കൊണ്ട് തന്നെ കർത്താവ് അത് ഉപയോഗിക്കുക തന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികമായിട്ട് എൻ്റെ വിശ്വാസം ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങൾ വലിയൊരു കൊയ്ത്തിനായിട്ട് പ്രിയ ദൈവമക്കളെ എല്ലാവരെയും, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഉപയോഗിക്കുവാൻ മാത്രമല്ല, വരും ദിവസങ്ങൾ ആയിരങ്ങളെ ഈ ദിവസങ്ങൾ, അതായത് മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അണ പൊട്ടി ഒഴുകുന്ന പോലെ ഒഴുകി വന്നിട്ട് സാത്താന്റെ നരകത്തെ ഒഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്വർഗ്ഗത്തിൽ ആത്മാക്കളെ ആദായപ്പെടുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരും ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ്